പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾ ഒരു കാർ ഓടിക്കുകയാണ്. പക്ഷേ സ്റ്റിയറിംഗ് നിങ്ങളുടെ കയ്യിലില്ല. കാർ അതിന്റെ ഇഷ്ടത്തിന് പോകുന്നു. പേടി തോന്നുന്നില്ലേ? എന്നാൽ സത്യത്തിൽ നമ്മുടെ ജീവിതം എന്ന കാർ മിക്കവാറും ഓടിക്കുന്നത് നമ്മളല്ല. മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഓട്ടോ പൈലറ്റ് ആണ്. ഈ ഓട്ടോ പൈലറ്റിന്റെ പേരാണ് ഉപബോധ മനസ്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ 95% തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്ന ഈ നിഗൂഢ ശക്തിയെക്കുറിച്ചാണ്. ആരാണ് നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ ഡ്രൈവർ? പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിരുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനസ്സിനെ ഒരു മഞ്ഞുമലയുമായി താരതമ്യം ചെയ്തത്. ബോധമനസ്സ് ഇതാണ് മഞ്ഞുമലയുടെ വെള്ളത്തിന് മുകളിൽ കാണുന്ന ചെറിയ ഭാഗം. നമ്മുടെ ആകെ മാനസിക ശക്തിയുടെ ഏകദേശം 5% മാത്രമാണിത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണാൻ തീരുമാനിച്ചത്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നത്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത്, വൈകുന്നേരം എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. ഇതിന് യുക്തിപരമായി ചിന്തിക്കാനും വിശകലനം ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. ബോധമനസ്സ് ഒരു കപ്പലിന്റെ ക്യാപ്റ്റനെ പോലെയാണ്. അത് എങ്ങോട്ട് പോകണമെന്ന് കപ്പിത്താൻ തീരുമാനിക്കുന്നു. എന്നാൽ ആ കപ്പൽ ഓടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഭീമാകാരമായ എഞ്ചിനും ജോലിക്കാരും എവിടെയാണ്? അതാണ് ഉപബോധ മനസ്സ്. ഈ മഞ്ഞുമലയുടെ ഏകദേശം 95% വരുന്ന വെള്ളത്തിനടിയിൽ മറഞ്ഞു കിടക്കുന്ന ഭീമനാണിത്. ഇതാണ് യഥാർത്ഥ പവർ ഹൗസ്. നിങ്ങളുടെ ഈ ഉപബോധ മനസ്സ് ഒരു വലിയ സ്റ്റോറേജ് റൂം പോലെയാണ്. നിങ്ങൾ ജനിച്ച നിമിഷം മുതലുള്ള എല്ലാ അനുഭവങ്ങളും, ഓർമ്മകളും, നിങ്ങൾ പഠിച്ച കാര്യങ്ങളും, നിങ്ങൾ ആവർത്തിച്ച് ചെയ്ത പ്രവൃത്തികളും, നിങ്ങളുടെ വിശ്വാസങ്ങളും ഭയവുമെല്ലാം ഇവിടെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ സൈക്കിൾ ചവിട്ടുമ്പോൾ ബാലൻസിനെ കുറിച്ച് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോ അക്ഷരവും എവിടെയാണ് എന്ന് നോക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം ആ കഴിവുകളെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റെടുത്തു കഴിഞ്ഞു. അത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ശ്വാസം എടുക്കുന്നതും ഹൃദയമിടിക്കുന്നതും ദഹനം നടക്കുന്നതും എല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഉപബോധ മനസ്സാണ്. ഇവിടെയാണ് കാര്യങ്ങൾ രസകരമാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന്, നാളെ മുതൽ ഞാൻ രാവിലെ എണീക്കും എന്ന് നിങ്ങളുടെ ബോധമനസ്സ് തീരുമാനിക്കുന്നു. എന്നാൽ രാവിലെ ഉറങ്ങുന്നതാണ് ഏറ്റവും സുഖമെന്ന് വർഷങ്ങളായി ഉപബോധ മനസ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും? ആ ക്യാപ്റ്റന്റെ ആജ്ഞയെ എഞ്ചിൻ അനുസരിക്കില്ല. നിങ്ങൾ അലാറം ഓഫ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങും. പുകവലി നിർത്താൻ കഴിയാത്തത്, പൊതുവേദിയിൽ സംസാരിക്കാനുള്ള ഭയം, പണത്തോടുള്ള നമ്മുടെ മനോഭാവം, ബന്ധങ്ങളിലെ നമ്മുടെ പെരുമാറ്റം, ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ഈ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന വിശ്വാസങ്ങളാണ്. കുട്ടിക്കാലത്ത് കേട്ട ഒരു ചെറിയ വാക്ക് പോലും നമ്മുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു വിശ്വാസമായി നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്നുണ്ടാകാം. അപ്പോ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ 5% ശക്തിയുള്ള ബോധമനസ്സിനോടല്ല, മറിച്ച് 95% ശക്തിയുള്ള ഉപബോധ മനസ്സിനോടാണ്. അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, പോസിറ്റീവ് വാക്കുകൾ ആവർത്തിക്കുന്നത്, അതായത് അഫർമേഷൻസ്, ധ്യാനം, വിഷ്വലൈസേഷൻ തുടങ്ങിയ വഴികളിലൂടെ നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധിക്കും.